ഹലോ ഗൈസ്, ചെന്നൈയിലെത്തി. ഞങ്ങളുടെ കസിൻ അനൂപേട്ടന്റെ വീട്ടിലാണ് കേട്ടോ ഞങ്ങൾ നിന്നത്. ഏട്ടൻ ഇവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. ആൾ ഇവിടെ എയർഫോഴ്സിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ എണീക്കുമ്പോഴേക്ക് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചേച്ചി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജോയിൻ ചെയ്യാൻ വേണ്ടി വർക്കിംഗ് പ്ലേസിലേക്ക് ചിന്നുവിനെ അവളുടെ ഫ്രണ്ടിനും കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ കൊണ്ടാക്കി കേട്ടോ. അവരെ കൊണ്ടാക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, വീഡിയോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനും പറ്റിയില്ല. വീട്ടിലെത്തി ചേച്ചി നല്ല ചായയും ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു. അന്ന് രാത്രി തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ഇന്നും കൂടെ ചിന്നു അവളുടെ ഫ്രണ്ടും അനൂപേട്ടന്റെ വീട്ടിൽ തന്നെയാണ് സ്റ്റേ. നാളെ തൊട്ട് കമ്പനി ക്വാർട്ടേഴ്സ് കിട്ടും. അപ്പൊ പിന്നെ അങ്ങോട്ട് മാറും. ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ. ഊബർ വിളിച്ച് താമ്പരം എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ വന്നത്. ഇവിടുന്നാണ് കേട്ടോ ഞങ്ങളുടെ ട്രെയിനിൽ കയറിയ പാടെ കിടന്നങ്ങ് ഉറങ്ങി. നേരെ വെളുത്തപ്പോഴാണ് പിന്നെ എണീറ്റതേ. ഞാനും അമ്മ എണീക്കുമ്പോഴേക്കും ഏട്ടൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. പോകുമ്പോഴുള്ള എനർജി വരുമ്പോൾ ഇല്ലായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ചിന്നുവിനെ അവിടെ ആക്കി പോകുന്നത് കൊണ്ട് വല്ലാത്തൊരു വിഷമം. പക്ഷെ തീറ്റയ്ക്കൊന്നും ഒരു കുറവുണ്ടായില്ല. എന്തായാലും ഈ ഒരു വർഷം ചിന്നുവിന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വർഷം തന്നെയായിരിക്കും. ജീവിതത്തിൽ വല്ലപ്പോഴും ഇതുപോലുള്ള മിസ്റ്ററീസ് ഒക്കെ വേണ്ടേ അല്ലേ? അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇതാ കോഴിക്കോട് ഇറങ്ങിട്ടോ. വലിയ കാര്യത്തിൽ ജീവിതം മിസ്റ്ററി, ആന, ചക്ക, തേങ്ങ എന്നൊക്കെ പറയെങ്കിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്റെ നാടും വീടും വിട്ട് ഞാൻ ഇതുവരെ എവിടെയും മാറി നിന്നിട്ടില്ല കേട്ടോ. ഏതോ ഒരാള് അപ്പൊ ഓണത്തിന് ചിന്നു നാട്ടിലുണ്ടാവില്ലല്ലേ എന്നുള്ള കമന്റ് ഇട്ടപ്പോഴാണ് ഞാനും ആ കാര്യം ഓർത്തത് കേട്ടോ. അവളെ ഇനി എന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ആ സങ്കടം മന്തി കഴിച്ച് ഞാൻ അങ്ങ് തീർത്ത്. ഇതൊക്കെയല്ലേ നമ്മളുടെ ഒരു സന്തോഷം. അങ്ങനെ ഫുഡും കഴിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഒരു വണ്ടി നിറച്ച് കുട്ടികൾ എന്നെ നോക്കി കൈ വീശുന്നു. തിരിച്ചൊന്നും നോക്കാതെ ഞാനും വീശി കൊടുത്തു. ബുക്ക് എടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ എന്നുള്ള കാര്യം എഴുതിയപ്പോഴാണ് എനിക്ക് കാര്യം ഓടിയത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.